ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണ്. ഈ ഉത്തരവാദിത്തമെന്നോ പദവിയെന്നോ ഒന്നും അതിനെ പറയുന്നതിൽ ശരിയല്ലെന്ന് തോന്നുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയ്ക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വലിയ ഉത്തരവാദിത്തം എന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചത്. ഈ ന്യൂ ഇയർ ആണ്, ഇന്ന് പുതുവർഷം ആരംഭമാണല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സ്വാഭാവികമായും ഈ പറഞ്ഞ കണക്ക് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണ്. ഈ ഉത്തരവാദിത്തമെന്നോ പദവിയെന്നോ ഒന്നും അതിനെ പറയുന്നതിൽ ശരിയല്ലെന്ന് തോന്നുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഈ സാമൂഹിക പ്രവർത്തകർ എന്നതിലുപരി ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് പിന്നെ നമ്മൾ എത്തുന്നത്. ജനപ്രതിനിധിയാണ്. ഇനി ഒരുപാട് പ്രതീക്ഷകൾ മുന്നോട്ടുണ്ട്, ആഗ്രഹങ്ങൾ മുന്നോട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാധ്യതകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നത് അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതികൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ സഹായിക്കുന്ന രൂപത്തിലുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ കുറച്ചുകൂടി ഗംഭീരമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യുവാക്കൾക്കും യുവതിയുവാക്കൾക്ക് പൊതുവെ നാട് വിട്ടു പോവാന്ന് പരാതിപ്പെടുന്ന ആളുകളുണ്ടല്ലോ. പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ അവർ പോകുന്നത് നാട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. അവരുടെയും തന്നെ തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊഴിലുകൾ കൂടുതൽ ജനറേറ്റ് ചെയ്യാനും അവർക്കൊരു ഡീസന്റ് പേ കൊടുക്കുന്ന രൂപത്തിൽ നമുക്ക് ഇടപെടാൻ, ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രൂപത്തിൽ ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ടീമിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ടീമിന്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്സ് സ്കൂളുകൾക്കുള്ള എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും നിലവിൽ വരുന്ന ബഡ്സ് സ്കൂളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യമാത്രമായിട്ടുള്ള ഒരു വിഹിതം നമ്മൾ നിലവിൽ നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ ഐക്യപുസ്തക സാഹിബിന്റെയൊക്കെ ഭരണസമിതിയിൽ തൊട്ട് നമ്മളത് ചെയ്തു വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ബഡ്സ് സ്കൂളുകൾക്കും നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതല്ലാതെ തന്നെ സ്വതന്ത്രമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഏറ്റവും പരമാവധിയായ കേന്ദ്ര ഫണ്ടുകളെ നമുക്ക് കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെയൊക്കെ വർക്കിലാണ്. കുറച്ചുകൂടി സാധ്യതയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എന്നത് ആക്കണം എന്ന് ഞങ്ങളുടെ ടീം ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും മികച്ചൊരു ഭരണം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് മികച്ച ഭരണം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നല്ല, വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ പറഞ്ഞത്, സ്ത്രീ മുന്നേറ്റം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ, കൂടുതൽ അവർക്ക് സ്വയം സംരംഭകരാകാൻ, പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്, ബഡ് സ്കൂളുകൾക്ക് എല്ലാ പഞ്ചായത്തുകളിലെയും ബഡ് സ്കൂളുകൾക്ക് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെ ഏതായാലും ഒരു ഭരണകർത്താവിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളാണ്. ഏതായാലും മികച്ച രീതിയിൽ തന്നെ ഈ ആശയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ.